നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഇന്ന് പ്രവചിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്തമമായ സമയമാണ്. ബഹിരാകാശം സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ അവസരം അവർക്ക് ലഭിക്കാം. ബഹിരാകാശത്ത് പോയി വരാൻ ഇതിൽ ചിലർക്ക് ഭാഗ്യമുണ്ടാവും. ജ്യോതിഷശാസ്ത്രം പഠിച്ചിട്ട് ജ്യോതിഷി ആയിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ധാരാളം ജ്യോതിഷ അനുഭവങ്ങൾക്ക് സാക്ഷിയാകാനും അതുവഴി പേരും പ്രശസ്തി ഉണ്ടാകാനും കഴിഞ്ഞേക്കാം. വിമാനശാസ്ത്രം പഠിച്ചിട്ട് വിമാന കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കും. റഡാർ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണമുള്ള ഒരു വർഷമാണിത്. പുതിയ ടെക്നോളജിയിൽ പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ തലവനായി വരാനും സാധ്യത കാണുന്നു. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നു. കടലിനടിയിലെ കേബിൾ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നു. എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാകാം. അതായത് സ്കാനിങ്, അങ്ങനെയൊക്കെയുള്ള MRI, അതൊക്കെ ഉള്ളവർക്ക് വളരെ അവസരങ്ങൾ ലഭ്യമാകാം. ഫോട്ടോഗ്രാഫി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചമുള്ള, അതായത് കുറച്ചുകൂടി നല്ല കമ്പനികളിൽ നല്ല ശമ്പളത്തിന് ജോലി ചെയ്യാൻ സാധിക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ. ഫാർമാസ്യൂട്ടിക്കൽസിലെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണകരമായ മെച്ചപ്പെട്ട കുറച്ചുകൂടി ഭേദമുള്ള നല്ല കമ്പനികളിൽ ജോലി ലഭിച്ചേക്കാം. വ്യവസായം ചെയ്ത് ഉപജീവനം നടത്തുന്നവർക്കും വളരെ ഗുണകരമാകുന്നു. മദ്യം, മരുന്ന് നിർമ്മാണം തൊഴിലാക്കിയവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നു, വരുമാനം ലഭിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം ഉപജീവനമാക്കിയവർക്ക് അത് പുതിയ ഗവൺമെൻറ്റിൽ നിന്ന് പുതിയതായിട്ടുള്ള ഉപകരണങ്ങൾ ലഭിക്കുകയും അതുവഴി അവരുടെ ജോലി ഭാരം കുറയുകയും വളരെ നല്ല രീതിയിൽ ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഏതു മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കേണ്ട സാധ്യത കാണുന്നു. പല രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന ചതയ നക്ഷത്രക്കാർക്ക് ഇത്തവണ രോഗങ്ങളിൽ നിന്ന് ശാന്തി ലഭിക്കുന്നതാണ്. പുതിയ വീട്ടിൽ താമസിക്കാൻ സാധിക്കും. പണി പൂർത്തിയാക്കി പാലുകാച്ചി താമസിക്കാൻ സാധിക്കും. ശത്രുശല്യം ഒരു അളവിന് കുറയും. ശുഭകർമ്മങ്ങൾ പലതും കുടുംബത്തിൽ നടക്കാം. സന്യാസ ജീവിതം നയിക്കുന്നവർക്കും പൂജാരിമാർക്കും അനുകൂലമായ സമയമാകുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള പല നല്ല രീതിയിൽ നാടിന് നന്മ നിറഞ്ഞ പൂജകൾ ചെയ്യാനും മറ്റുള്ളതെല്ലാം അവർക്ക് സാധിക്കും. പല ബഹുമാന്യ സദസ്സുകളിൽ പങ്കാളിയാകാനും സാധിക്കും. ഇപ്പം കുംഭമേള പോലുള്ള സദസ്സുകളിൽ തീർച്ചയായിട്ടും അവർക്ക് അതുപോലുള്ള ഇനി യാഗങ്ങളിലൊക്കെ പങ്കുചേരാൻ സാധിക്കും. കൃഷി ചെയ്യുന്നവർക്ക് ധാന്യസമൃദ്ധി ഉണ്ടാകാൻ ധാരാളം കാണുന്നു. ധാരാളം ധനം ലഭിക്കാം. അവാർഡുകൾ ലഭിക്കേണ്ട സാധ്യത കാണുന്നു. സ്ഥലം ഇല്ലാത്തവർക്ക്, അതായത് വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് അവർക്ക് ഇത്തവണ വീട് വയ്ക്കാനായിട്ടുള്ള സ്ഥലം അവർക്ക് ലഭിക്കുന്നതാണ്. പല വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുന്നതിന് സാധിക്കുന്നു. രാജ്യത്തിന് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിനാൽ ചില ചതയ നക്ഷത്രക്കാർക്ക് രാജ്യം ബഹുമാന്യാർത്ഥം അവാർഡുകൾ നൽകുന്നതായിരിക്കും. നിങ്ങൾ മനസ്സിരുത്തി ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനീ പറയാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഉറ്റ ബന്ധുക്കളുടെ വേർപാടുണ്ടാകാം. അതെല്ലാം ദൈവനിശ്ചയം, ഒഴിവാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ്. പരദേശവാസം കാണുന്നു. താൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോകുന്നതിനും അവരെല്ലാം ആഗ്രഹിച്ചവരെയൊക്കെ കാണുന്നതിനും സാധിക്കുന്നു. പിന്നെ പല രീതിയിലുള്ള വിഷബാധ ഏൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധ മുതൽ വിഷജന്തുക്കളുടെ കടികളേക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കുക. ദേഹത്തിന് ശക്തി കുറവും കാന്തി കുറവും പല രീതിയിലുള്ള വേദനകളും ദേഹത്തെ അലട്ടിയേക്കാം. വാദസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാം. പല അസുഖങ്ങളാലും ബുദ്ധിമുട്ടാം, പീഡിതരാകാം ഉള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് വൈദ്യനെ കാണുക. പുണ്ണ് വരാതെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിൽ പുണ്ണ് വന്നാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ രക്തസംബന്ധമായ അസുഖങ്ങൾ വരാം. രക്തത്തിലെ ചില കൂടുതൽ കുറവുകളൊക്കെ കൊണ്ട്, അണുക്കളുടെ കൂടുതൽ കുറവുകൊണ്ട് പല അസുഖങ്ങളും വരാം. മനസ്സിന് പ്രയാസം വരേണ്ട സാധ്യതയും കാണുന്നു. സൽക്കർമ്മങ്ങൾ ഫലിക്കാതെ വന്നാൽ ഉപാസനമൂർത്തിയെ ശരണം പ്രാപിക്കുകയാണ് മാർഗം. അന്യരായ ആൾക്കാരുടെ ചതിയിൽപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കണം. മാനഭംഗം വരാതെ ശ്രദ്ധിക്കണം. ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം വന്നാൽ വിഘ്നവിനാശനായ ശ്രീ ഗണപതിയെ ശരണം പ്രാപിച്ച് ആ തടസ്സങ്ങൾ മാറ്റാവുന്നതേ ഉള്ളൂ. അഗ്നിബാധ ഏൽക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
ആരുമായും വഴക്കിന് പോയാൽ അതികഠിനമായ ദേഹോദ്രവം ഏൽക്കേണ്ട സാധ്യത കാണുന്നു. അതിനാൽ സൂക്ഷിക്കുക. മഹാവ്യാധികൾ വരാനും സാധ്യത കാണുന്നു. 7.5 ശനിക്കാലമാണ്. ദേഹസുഖം കുറയാം. ധനനാശം വരേണ്ട സാധ്യത കാണുന്നു. രാഹു കേതു ഗ്രഹങ്ങളുടെ പകർച്ചയും മോശമായ അവസ്ഥയിലാണ്. വിഷമയം, അഗ്നിബാധ, ബന്ധുവൈരാഗ്യം, പരദേശവാസം, പുത്രന്മാരോടും മറ്റ് ബന്ധുക്കളോടും കലഹം, വേർപാടെല്ലാം, അന്യദേശവാസം എല്ലാം കാണുന്നു. കണ്ണിലും ഉദരത്തിനും വ്യാധി വരാണ്ട് ശ്രദ്ധിക്കുക. മഹാഗണപതി ഭഗവാനെയും ശനീശ്വരനെയും രാഹുകേതു ഗ്രഹദേവന്മാരെയും അങ്ങേയറ്റം ധ്യാനിക്കുക. ഇതെല്ലാം മാറിക്കിട്ടും. മഹാമൃത്യുഞ്ജയനായ ഭഗവാനായ ശിവഭഗവാനെ ശരണം പ്രാപിക്കുക. മഹാമൃത്യുഞ്ജയ ഹോമങ്ങളും അല്ലെങ്കിൽ നരസിംഹമൂർത്തിയുടെ, ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ഹോമങ്ങളും പരിഹാരമാകുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേയൊക്കെ, അതായത് ബഹുഭൂരി ഇതാവും ദോഷങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞാൻ പ്രവചിച്ച നല്ല ഗുണമുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പഞ്ചഭൂതങ്ങളിൽ നിങ്ങളുടെ ഭൂതമായ ആകാശത്തെ വന്ദിക്കുക. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ആകാശത്തിന് ഒന്ന് വന്ദിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക. നിങ്ങളുടെ മൃഗമായ കുതിരയ്ക്ക് തീറ്റ കൊടുക്കുക. നിങ്ങളുടെ പക്ഷിയായ മയിലിനെ ഉപദ്രവിക്കരുത്, അതിനും തീറ്റ കൊടുക്കുക. നിങ്ങളുടെ വൃക്ഷമായ കടമ്പിനെ വന്ദിക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവമായ ശ്രീ ധർമ്മശാസ്താവിനെയും സർപ്പദൈവങ്ങളെയും വേണ്ട വിധം ആരാധിക്കുക. രാഹൂർ പൂജ മുടങ്ങാതെ ചെയ്യുന്നത് നല്ലതാണ്. ശ്രീ ധർമ്മശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാജനം തെളിയിക്കുന്നത് വളരെ നല്ലതാകുന്നു. സർപ്പക്കാവുണ്ടെങ്കിൽ അത് സംരക്ഷിക്കണം. സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാകുന്നു. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യമായ ഫലങ്ങൾക്ക് ജ്യോതിഷ പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾക്ക് ആ സംശയം മാറുന്നതിന് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.